അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രബിന ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ കാശിമാനെ കൂട്ടാനായിട്ട് അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ കയറ്റം കയറണം. ഞാൻ ഗർഭിണി ആയതുകൊണ്ടാണോ എനിക്കറിയിലേക്ക് ഭയങ്കര കിതപ്പാട്ടോ ഈ ഒരു കയറ്റൊക്കെ കയറി കഴിഞ്ഞാൽ. അപ്പം ഈ കാശിക്ക് മുട്ടായി വാങ്ങിച്ചിട്ടാട്ടോ ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് വാങ്ങി പിന്നെ എന്നും മുട്ടായി വാങ്ങേണ്ടി വരും. അപ്പോൾ ഇവിടെ ഡാൻസ് പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. കാശിമോ ഡാൻസിനൊന്നും ഇല്ല. അപ്പോൾ പോണ വഴിയിൽ അമ്മയ്ക്ക് ഊഞ്ഞാലാടണം പറഞ്ഞപ്പോൾ ഊഞ്ഞാലമ്മ ഇരുത്തിയതാണ്. പക്ഷേ ആൾക്ക് പിടിച്ചിരിക്കാനോ അങ്ങനെ ആടാനോ വല്ലാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അതങ്ങനെ ഇരുന്ന് ആടുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരാഴ്ചത്തെ ലീവിന് ശേഷമാണ് അവനിപ്പോൾ അങ്കലാടിയിലേക്ക് പോകുന്നത്. ആൾക്ക് പോകാൻ ചെറിയ മടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓടിയാണ്ട് കയറി ഓക്കെ ആവട്ടോ. ഓടി പോവുക, ഇന്നിട്ട് പോവുക. അപ്പോൾ അമ്മനെ ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ അല്ലേ, അമ്മയ്ക്ക് പേടിയാവില്ലേ? ആയിക്കോട്ടെ, ഞാൻ തെറ്റി, അമ്മ തെറ്റി. കൈയിടിച്ച് പോവുക. അമ്മ തെറ്റണ്ടെങ്കിൽ കൈ പിടിച്ച് പോകണം. ഇനി കൈ വിട്ടുപോയി അമ്മ തെറ്റും. പാട്ട് ഡാൻസ് കളിച്ച് നിന്ന് ഇത് കളിച്ചില്ല, പക്ഷെ ഇങ്ങനെ കളിച്ചത്. അതാ കളിച്ചത്. എന്നാ വാ. എന്ത് കുറവ് കള്ളത്തരം ഉണ്ടോ? വീണ് പോവിട്ടാ, അവിടെ ഇറക്കാണ്. ജയിച്ചോ എന്താ ജയിച്ചോ? നീലേ നീ കുറച്ച് കഞ്ഞി കുടിക്കാം നമുക്ക്. കുളിപ്പിച്ചേ, അച്ഛമ്മ കുളിപ്പിക്കുക. ആട്ട് ഓ ഓ പറി ഓ പറി ഓ നമോ നാരായണ. പറി നാരായണ. ഓ കാശിമോനെ കൊണ്ട് എന്തെങ്കിലും വർത്തമാനം പറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോവും. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് കടിക്ക് ഇന്ന് 3 കോഴിമുട്ട പുഴുങ്ങാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പലഹാരങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെ ഇത് ഞങ്ങളിവിടെ വാങ്ങാൻ കിട്ടുന്ന നല്ല നാടൻ പാലിൻ്റെ പാക്കാട്ടോ. അപ്പം ഇന്ന് അമ്മ കടയിൽ പോയി സാധനം വാങ്ങിച്ചപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം എന്താ പറയുക, നമ്മൾ മിൽമ അങ്ങനത്തെ പാക്കൊന്നും വാങ്ങാതെ രക്ഷപ്പെടും. അതുകൊണ്ട് ഈ ഇങ്ങനെ ഒരു പാല് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ്. അപ്പോൾ ചായ കുറച്ച് എനിക്ക് കുടിക്കാനും മാറ്റി വെക്കണം, മോന് കുടിക്കാനും ഈ പാലിൽ നിന്ന് പകുതി, പിന്നെ കുറച്ച് ചായക്കും ആക്കണം. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാട്ടോ അത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ലൈഫ്. ഞങ്ങൾക്ക് കുടിക്കാനുള്ള പാല് മാറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള ചായക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പാല് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മോന് പാല് കുടിക്കണത് ഇഷ്ടമല്ല. ഇനി അഥവാ പാല് വാങ്ങുകയാണെങ്കിൽ അധികം ഞാൻ പാൽ ചായ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയും കുടിക്കാമല്ലോ. പാലായിട്ട് കുടിക്കുമ്പോൾ പാല് കുറയല്ലോ കരുതില്ല. ഇപ്പോൾ ഗർഭിണി ആയതുകൊണ്ടാണ് ഞാൻ പാൽ എനിക്കും മോനും മാറ്റി വെക്കുന്നത്. എനിക്കൊരു ഗ്ലാസ് അവന് 1/2 ഗ്ലാസ്, മോന് കുടിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും നിർബന്ധിക്കും. അപ്പോൾ ചായക്ക് വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, കറി ഉണ്ടാക്കാനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അരിയാം കേട്ടോ. അപ്പോൾ ചായ തിളച്ച് വന്നിട്ട് അതിലേക്ക് പൊടിയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീൻ കിട്ടാത്തതുകൊണ്ട് വെണ്ടയ്ക്കും ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇട്ടിട്ട് ചെറിയൊരു മുളക് കറി ആട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് പിന്നെ ഈ പച്ചക്കറി കട്ട് ചെയ്യണതിൽ കാബേജും അതുപോലെ ഉള്ളിയും കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നൈസായിട്ട് അരിയണമല്ലോ. അപ്പോൾ വലിയ ഉള്ളി ഞാനിതാ കയ്യിൽ വെച്ചിട്ടാ നൈസായിട്ട് അരിയ സ്പീഡിൽ. എനിക്ക് കട്ടിംഗ് ബോർഡോ പിന്നെ ഈ ഒരു ചോപ്പർ ടൈപ്പൊക്കെ ഉള്ള ഓരോ ഇതുണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും ഞാൻ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം വെണ്ടയ്ക്കയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വാടി വന്നതിന് ശേഷം ഞാൻ അതിലോട്ടേക്ക്
പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പും മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗർഭ സമയത്തേക്ക് മല്ലിപ്പൊടീൻ്റെ ചായ അധികം കണ്ട് പറ്റണില്ല. അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിക്കാറ്. അമ്മയ്ക്ക് ഷൈജേട്ടനാണെങ്കിൽ മീൻകറിയൊക്കെ വെക്കുകയാണെങ്കിൽ മല്ലി വേണം. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ വെക്കരുതെന്നാണ് പറയൽ. എന്ന് വെച്ചാൽ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ആ ഒരു കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ചെറിയ തീയിലാക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.